ഹലോ, അസ്സാം വലൈക്കും. പ്രിയമുള്ളവരെ, നമ്മളുടെ എല്ലാവരുടെയും പരിചയത്തിൽ ഒരുപാട് പാട്ടുകാരുണ്ട്. നമ്മുടെ കുടുംബത്തിലും നമ്മുടെ കൂട്ടുകാർക്കിടയിലുമൊക്കെ ഒരുപാട് നല്ല പാട്ടുകാരുണ്ട്. നമ്മൾ അവരുടെ പാട്ടുകളൊക്കെ ഒരുപാട് ആസ്വദിക്കാറുമുണ്ട്. ശാസ്ത്രീയമായിട്ട് സംഗീതം പഠിച്ചിട്ടുള്ള ആൾക്കാരൊന്നല്ല എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഇവരുടെയൊക്കെ പാട്ട് വളരെ ഇഷ്ടമാണ് എന്ന് മാത്രമല്ല, നമ്മൾ ഇവരുടെയൊക്കെ പാട്ടിൻ്റെ ചെറിയ ആരാധകർ കൂടിയാണ്. നമ്മുടെ കുടുംബ സംഗമങ്ങളിലും നമ്മുടെ ക്ലബ്ബുകളിലും നമ്മുടെ ടൂറുകളിലും ഒഴിവു സമയങ്ങളിലുമെല്ലാം നമ്മൾ ഒരുപാട് തവണ ഇവരുടെ പാട്ടുകളെല്ലാം ആസ്വദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിനി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് എൻ്റെ നാട്ടിലെ, എൻ്റെ കൂട്ടുകാർക്കിടയിലെ, എൻ്റെ കുടുംബക്കാർക്കിടയിലെ ചില നല്ല പാട്ടുകാരുമായിട്ടാണ്. അവരെ പ്രോത്സാഹിപ്പിക്കുവാൻ എൻ്റെ കൂടെ നിങ്ങളും ഉണ്ടാവണം. ഹലോ, അസ്സാം വലൈക്കും. പിന്നെ നമ്മുടെ ചാനലിൽ ഞാനിന്ന് വേറെ ആളെയും കൂടി പരിചയപ്പെടുത്താണ്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള അനീസ് വളരെ നല്ലൊരു പാട്ടുകാരനാണ്. അപ്പോൾ അനീസിൻ്റെ ഒരു പാട്ട് ഇന്ന് എൻ്റെ ചാനലിലൂടെ ഞാൻ പുറത്തുവിട്ടാണ്. അനീസ്, നമുക്കൊരു പാട്ട് പാടിയാലോ? ഏതുണ്ട് എൻ്റെ ഫേവറേറ്റ് ആയിക്കോട്ടെ. ഏത്? മണ്ണിൽ ഞാൻ ജീവിച്ചിരുന്നത് പാടിയാലോ? ഓക്കെ. മണ്ണിൽ ഞാൻ ജീവിച്ചിരുന്നതും മന്നവനോടൊന്നും ഇരുന്നതും മങ്കെ നിന്നെ കെട്ടാനായി ഹാജത്തും കൊണ്ടു നടന്നതും നീ അറിഞ്ഞില്ലേ പെണ്ണെ, നീ അറിഞ്ഞില്ലേ? കൂട്ടുകുടുംബം ഗതികേടിലായതും കൂട്ടത്തിൽ വാപ്പസുഖക്കേടിലായതും പെട്ടെന്നെന്റെ വെറ്റുമ്മ ഞങ്ങളെയെല്ലാം വിട്ടുപിരിഞ്ഞതും നിങ്ങളറിഞ്ഞില്ലേ? അക്കഥ നിങ്ങളറിഞ്ഞില്ലേ? മണ്ണിൽ ഞാൻ ജീവിച്ചിരുന്നതും മന്നവനോടെന്നും ഇരുന്നതും മങ്കെ നിന്നെ കെട്ടാനായി ഹാജത്തും കൊണ്ടു നടന്നതും നീ അറിഞ്ഞില്ലേ പെണ്ണെ, നീ അറിഞ്ഞില്ലേ? കെട്ടു പറഞ്ഞു ഞാൻ വീട്ടിൽ വന്നതും കൊള്ളാത്തോനൻ എന്നെ കുറ്റം പറഞ്ഞതും അന്നു ഞാൻ നാടു വിട്ടതും പിന്നെ പണക്കാരനായി ഇങ്ങ് വന്നതും നീ അറിഞ്ഞില്ലേ പെണ്ണെ, നീ അറിഞ്ഞില്ലേ? കൂട്ടുകുടുംബം ഗതികേടിലായതും കൂട്ടത്തിൽ വാപ്പസുഖക്കേടിലായതും പെട്ടെന്നെന്റെ വെട്ടുമ്മ ഞങ്ങളെയെല്ലാം വിട്ടുപിരിഞ്ഞതും നീ അറിഞ്ഞില്ലേ? നീ അറിഞ്ഞില്ലേ? ഒരുമിച്ച് പൊന്നെ നാം വന്നു കഴിഞ്ഞതും ഒരു നാളും പിരിയില്ലെന്നുള്ളിൽ ഉറച്ചതും എന്നും നീ എന്റേതാണെന്നും മറ്റൊരു മാരനും വാഴുകയില്ലെന്നും നീ പറഞ്ഞില്ലേ പെണ്ണെ, നീ പറഞ്ഞില്ലേ? കൂട്ടുകുടുംബം ഗതികേടിലായതും കൂട്ടത്തിൽ വാപ്പസുഖക്കേടിലായതും പെട്ടെന്നെന്റെ വെട്ടുമ്മ ഞങ്ങളെയെല്ലാം വിട്ടുപിരിഞ്ഞതും നിങ്ങളറിഞ്ഞില്ലേ? അക്കഥ നിങ്ങളറിഞ്ഞില്ലേ? സുഹൃത്തുക്കളെ, നമ്മളിന്ന് അനീസിന്റെ അതിഗംഭീരമായിട്ടുള്ള ഒരു പാട്ട് കേട്ടു. എൻ്റെ ഫേവറേറ്റ് പാട്ടാണ്. അപ്പോൾ നമ്മൾ ഒരു പാട്ടും കൂടി പാടാണ്, അനീസിന്റെ അടുത്ത ഫേവറേറ്റ് പാട്ട്. ഏറ്റം പീരീശത്താലെ. അനീസ് ഇപ്പൊ പാടും. ഏറ്റം പീരീശത്താലേ ആറ്റൽ വീരറിവാ നിന്റെ എഴുത്ത് കിട്ടി എന്റെ കരള് പൊട്ടി. ഏറ്റം പീരീശത്താലേ ആറ്റൽ വീരറിവാ നിന്റെ എഴുത്ത് കിട്ടി എന്റെ കരള് പൊട്ടി. എന്തേ നിനക്കിന്നിപ്പോ പെണ്ണ് മലക്കല്ലെന്നോ ഓടി പെരുത്ത് പോയോ പണമോടാശയും തീർന്നു. ഒന്ന് പൊരുതി തന്നേ മനസ്സ് കലങ്ങിടുന്നേ. ഞാനും നീയും പൂമോളും നീറി കഴിഞ്ഞു
ഭാവി പടുത്തുയർത്താൻ ഭാരം ചുമന്നുവല്ലേ ഏറ്റം തിരിശത്താലേ ആറ്റൽ വിടയറിവാൻ നിന്റെ എഴുത്തു കിട്ടി എന്റെ കരള് പൊട്ടി പട്ട് തലയിണ നീ കെട്ടി പുണർന്നു കണ്ടു പെട്ടെന്നടുക്കാൻ വേണ്ടി കത്തിൽ കുറിച്ചിട്ടുണ്ട് മുത്തേ സബൂറാക്ക് നീ എത്താൻ വിധിക്കുമല്ല ഞാനും നീയും പൂമോളും ഭാവി പടുത്തുയർത്താൻ ഭാരം ചുമ